ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെ. ക്യാൻസറിനെതിരെ ജനകീയ ക്യാമ്പയിനുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ക്യാൻസർ ചികിത്സയിലെ വലിയ ചുവടുവയ്പെന്ന് മന്ത്രി വീണ ജോർജ്. മാതൃശിശു പരിചരണത്തിലെ പ്രവർത്തന മികവിന് മലപ്പുറം മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിന് ദേശീയ അംഗീകാരം. വയനാട്ടിൽ വന്യജീവികളുടെ കാടിറക്കം തടയാൻ പദ്ധതികളുമായി വനം വന്യജീവി സംരക്ഷണ വകുപ്പ്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെ ലോക്സഭയിലും രാജ്യസഭയിലും നടക്കും. ധനകാര്യ ബില്ല് 2025, വഖഫ് ഭേദഗതി ബില്ല് 2024, ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് 2025, ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല്, റെയിൽവേ ഭേദഗതി ബില്ല് 2024 ഉൾപ്പെടെ 16 ബില്ലുകൾ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസാക്കും. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. സമിതി ചെയർമാൻ ജഗദംബിക പാലും അംഗം സഞ്ജയ് ജയ്സ്വാളും റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിനെ നിയന്ത്രിക്കുന്ന 1995 വഖഫ് നിയമം പരിഷ്കരിക്കാനാണ് ബില്ല് ലക്ഷ്യമിടുന്നത്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ജനകീയ ക്യാമ്പയിനുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള വലിയ ചുവടുവയ്പാണിതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സർക്കാർ സ്വകാര്യ മേഖലകൾ സംയുക്തമായി സഹകരിച്ചാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക. ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ നിർവഹിച്ചു. ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ സൌജന്യ ഗർഭാശയഗള സ്ഥാനാർബുദ നിർണയ പരിശോധന സംഘടിപ്പിക്കും. ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി 4 ആരംഭിക്കുന്ന പരിശോധന മാർച്ച് 8 വനിതാ ദിനം വരെയുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0471252299 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യവകുപ്പിന്റെ വനിതാ ക്യാൻസർ നിയന്ത്രണ പദ്ധതിക്ക് ചൊവ്വാഴ്ച ആലപ്പുഴ ജില്ലയിൽ തുടക്കമാകും. 30നും 65നും ഇടയിൽ പ്രായമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ആരോഗ്യമാനന്ദം വനിതാ ക്യാൻസർ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ നടത്തിയിട്ടുള്ളത്. ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി 4 രാവിലെ 9:30 ആലപ്പുഴ കളക്ട്രേറ്റ് മുതൽ ജെൻഡർ പാർക്ക് വരെ പിങ്ക് വാക്കത്തോൺ നടത്തും. 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളെയും സ്ക്രീനിംഗ് നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവലോകന യോഗം കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. മലപ്പുറം മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിന് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ മുസ്കാൻ അംഗീകാരം ലഭിച്ചു. മാതൃശിശു പരിചരണത്തിനായി നടത്തിയ ഇടപെടലുകൾക്കുള്ള അംഗീകാരമാണിതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മികച്ച പ്രവർത്തനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകരെ മന്ത്രി അഭിനന്ദിച്ചു. മുസ്കാൻ പുരസ്കാരം ലഭിക്കുന്ന സംസ്ഥാനത്തെ 3ാമത്തെ മെഡിക്കൽ കോളേജ് കൂടിയാണ് മഞ്ചേരിയിലേത്. സംസ്ഥാനം ആഗോള നിക്ഷേപ സംഗമത്തിന് തയ്യാറെടുക്കുമ്പോൾ ബഹിരാകാശ പ്രതിരോധ മേഖലകളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രി പി രാജീവ്. രാജ്യത്തിന്റെ ബഹിരാകാശ ദൌത്യങ്ങളിൽ പങ്കെടുക്കുന്ന സുപ്രധാന സ്ഥാപനങ്ങൾ കേരളത്തിലാണ്. നാവികസേന യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണ ദൌത്യങ്ങളിൽ ഉൾപ്പെടെ ആശ്രയിക്കുന്ന കെൽട്രോൺ, അനുബന്ധമായി പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ISRO, VSSC തുടങ്ങിയ സ്ഥാപനങ്ങൾ കേരളത്തിന് അഭിമാനമാണെന്നും ശ്രീ രാജീവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരു പ്രഥമ പ്രതിഷ്ഠ നടത്തിയ തിരുവനന്തപുരം അരുവിപ്പുറം ശിവക്ഷേത്രത്തിലെ 137ാമത് പ്രതിഷ്ഠാ വാർഷികവും മഹാശിവരാത്രി ആഘോഷവും ഈ മാസം 17 മുതൽ 26 വരെ നടക്കും. 17-ന് പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 19-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. ശിവരാത്രി ദിവസമായ 26-ന് നടക്കുന്ന സെമിനാർ കേന്ദ്ര സഹമന്ത്രി L മുരുകൻ ഉദ്ഘാടനം ചെയ്യും. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമായി. വൈകിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. ഈ മാസം 9 വരെ പമ്പ മണൽപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ നടക്കുന്ന പരിപാടിയിൽ മതരാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ചൊവ്വാഴ്ച KSRTC പണിമുടക്ക്. നാളെ അർദ്ധരാത്രി 12 മണി മുതൽ 24 മണിക്കൂറാണ് പണിമുടക്ക്. INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തുന്നത്. സംഘടനാ നേതാക്കളുമായി KSRTC CMD കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ തമിഴ്നാടുമായുള്ള മത്സരത്തിൽ കേരള ടീം വെള്ളി നേടി. നീന്തലിൽ 50 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ സ്വർണം ലക്ഷ്യമിട്ട് സജൻ പ്രകാശ് ഇന്നിറങ്ങും. ഗെയിംസിൽ 7ാം സ്ഥാനത്താണ് കേരളം. സർവീസസാണ് 1ാമത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ അത്ലറ്റിക് മീറ്റിൽ കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജ് ലേണർ സപ്പോർട്ട് സെന്റർ ഓവറോൾ ചാമ്പ്യന്മാരായി. എറണാകുളം മഹാരാജാസ് കോളേജ് LSE, മലപ്പുറം മുണ്ടുപറമ്പ ഗവൺമെന്റ് കോളേജ് LSE എന്നിവ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. വയനാട്ടിൽ വന്യജീവികളുടെ കാടിറക്കം തടയാൻ പദ്ധതികളുമായി വനം വന്യജീവി സംരക്ഷണ വകുപ്പ്. വനത്തിലെ ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തിയും വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കിയും ജനവാസ മേഖലകളിൽ വന്യജീവി ശല്യം കുറയ്ക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ദീർഘകാല പദ്ധതികളുടെ ഭാഗമായി ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ജില്ലയിലെ 3 വന ഡിവിഷനുകളിലുമായി 1800 ഹെക്ടർ ചതുപ്പ് നബാർഡിന്റെ പിന്തുണയോടെ പരിപാലിക്കും. വന്യജീവി സങ്കേതത്തിൽ നിന്നും 3 മാസത്തിനകം 2000 മെട്രിക് ടൺ മഞ്ഞക്കൊന്ന നീക്കം ചെയ്യുകയും ചെയ്യും. ജലലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിലെ 3 ഡിവിഷനുകളിലും നടന്നു വരികയാണ്. വന്യജീവി പ്രതിരോധത്തിന് വനാതിർത്തികളിൽ സോളാർ വേലികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. ലാൻഡ്സ്കേപ്പ് ലെവൽ പ്ലാൻ പദ്ധതി തയ്യാറാക്കി വരികയാണ്. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നറിയാനായി ഹോട്ട്സ്പോട്ടുകളിൽ തെർമൽ ഡ്രോൺ ഉപയോഗപ്പെടുത്തി നിരീക്ഷണവും നടത്തി വരുന്നുണ്ട്. വയനാട്ടിൽ തിരുനെല്ലി, കൊട്ടിയൂർ പ്രദേശങ്ങളിൽ പുലിയുടെ ശല്യം രൂക്ഷം. ഇന്ന് പുലർച്ചെ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ ഒരു ആട് ചത്തു. വിഷയം വനപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നടനും MLAയുമായ മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നു. MLAക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ തലയിൽ പരിക്കേറ്റ കുട്ടിക്ക് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ മുറിവിൽ തുന്നലിട്ട സംഭവത്തിൽ RMO ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി. ഷോർട്ട് സർക്യൂട്ട് മൂലം വൈദ്യുതി നിലച്ചതിനാലാണ് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ തുന്നലിട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയപാതയിൽ കണ്ണൂർ പുതിയ തെരുവിൽ നടപ്പാക്കിയ താൽക്കാലിക ഗതാഗത പരിഷ്കാരം ഗതാഗതക്കുരുക്കിന് വലിയ രീതിയിൽ ആശ്വാസകരമാകുന്നതായി വിലയിരുത്തൽ. താൽക്കാലികമായാണ് പ്രദേശത്ത് പരിഷ്കാരം നടപ്പാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഭാഗമാണ് കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിലെ പുതിയ തെരു മേഖല. ഈ മേഖലയിലാണ് ഗതാഗത പരിഷ്കാരം താൽക്കാലികമായി നടപ്പാക്കിയത്. വെള്ളിയാഴ്ച മുതൽ 5 ദിവസത്തേക്കാണ് പരിഷ്കാരം. നേരത്തെ വാഹനങ്ങൾ നീങ്ങുന്നതിന് 15 മിനിറ്റോളം എടുത്തെടുത്ത് ഇപ്പോൾ റോഡിൽ കുരുങ്ങാതെ മുന്നോട്ടു പോകാനാകുന്നുവെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഫലപ്രദമാണെങ്കിൽ തുടരാനാണ് തീരുമാനമെന്ന് KV സുമേഷ് MLAയും അറിയിച്ചു. തിരുവനന്തപുരം വഴുതക്കാട് റോഡിൽ ടാറിംഗിന്റെ ഭാഗമായി ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. ശ്രീമൂലം ക്ലബ് ജംഗ്ഷൻ വിമൻസ് കോളേജ് റോഡിലാണ് നിയന്ത്രണം. ഇരുവശങ്ങളിലും പാർക്കിംഗും അനുവദിക്കില്ല. ചാലക്കുടി ആനമല റോഡിൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് മുതൽ ചാലക്കുടി ഭാഗത്തേക്ക് ടാറിംഗ് നടക്കുന്നതിനാൽ നാളെ മുതൽ ഈ മാസം 17 വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ അടിയന്തര വാഹനങ്ങൾ ഒഴികെ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. KSRTCയുടെയും സ്വകാര്യ ബസ്സുകളുടെയും സമയം ഇതിനനുസരിച്ച് ക്രമീകരിക്കും. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട്ട് കുഞ്ഞൻപിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 6ാമത് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ AM ഉണ്ണികൃഷ്ണന്. കരമന സഹോദര സമാജം NSS കരയോഗം ഏർപ്പെടുത്തിയ പുരസ്കാരം ഈ മാസം 16-ന് സമ്മാനിക്കും. വാഹന നികുതി ഒറ്റത്തവണ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി മാർച്ച് 31 വരെ നീട്ടി. 2020 ഏപ്രിൽ 1 മുതൽ 24 മാർച്ച് 31 വരെയുള്ള നികുതിയും അധിക നികുതിയും പലിശയും ഉൾപ്പെടുന്ന ആകെ തുകയിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 30% മാത്രവും നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 40% മാത്രവും അടച്ചാൽ മതി. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി TC ബിജുവിനെ സർക്കാർ നിയമിച്ചു. കാടാമ്പുഴ, മമ്മിയൂർ ദേവസ്വങ്ങൾ, ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം തുടങ്ങിയവയുടെ ഭരണാധികാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെ. ക്യാൻസറിനെതിരെ ജനകീയ ക്യാമ്പയിനുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ക്യാൻസർ ചികിത്സയിലെ വലിയ ചുവടുവയ്പെന്ന് മന്ത്രി വീണ ജോർജ്. മാതൃശിശു പരിചരണത്തിലെ പ്രവർത്തന മികവിന് മലപ്പുറം മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിന് ദേശീയ അംഗീകാരം. വയനാട്ടിൽ വന്യജീവികളുടെ കാടിറക്കം തടയാൻ പദ്ധതികളുമായി വനം വന്യജീവി സംരക്ഷണ വകുപ്പ്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.